ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾ ഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹൈനെക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്നാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സാധാരണ നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന അതേ രീതിയിൽ നമ്മൾ ടക്കുകളെല്ലാം ഇടാനുണ്ട്. അതൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാത്തത്, നമ്മൾ നേരത്തെ ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കുന്നത് വിശദമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായി പറയാം. അപ്പോൾ അതുകൊണ്ടാണ് തുടർച്ചയായിട്ടെല്ലാം അതേപോലെ പറയാത്തത്. ഇത് നമ്മൾ ബ്ലൗസിന് ടക്കിടുന്നത് പോലെ തന്നെ എല്ലാത്തിനും ഈ ടക്കുകൾ ഇടണം. ഹൈനെക്ക് ബ്ലൗസാണ് തയ്ക്കുന്നത്. മറ്റേ അമ്പിയാനക്ക് പോലെ താഴോട്ടുള്ളതല്ല, ബ്ലൗസ് മാത്രമാണ്. അതിൻ്റെ ടക്കിടേണ്ടതെല്ലാം അതേപോലെ തന്നെ ടക്കിടുക. ആദ്യത്തെ മെയിൻ ടക്ക്, അതിന് ശേഷം ബാക്കിയുള്ള 3 ടക്കുകളുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. കട്ടിങ് കാണേണ്ടവർക്കും അതുകൂടെ കാണാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേ സമയം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവുന്നത് കൊണ്ടാണ് രണ്ടും 2 പാർട്ടായിട്ട് കാണിക്കുന്നത്. നമ്മൾ കട്ടിങ് അടിവശം, കട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്ത് വെക്കുന്ന ആ പാഴ്സ്, കട്ടിങ് പാഴ്സ് നമ്മൾ തയ്ച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അത് ജോയിൻ്റ് ചെയ്തു. ടക്കിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പാഴ്സ്, കട്ടിങ് പാഴ്സ് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത്രയും വിശദമായിട്ട് പറയാത്തത്. സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോകൾ ഉറപ്പായിട്ടും കണ്ടിട്ട് ശേഷം തയ്ച്ച് നോക്കണം. നഖം വെച്ച് നല്ലതുപോലെ ഒന്ന് പോറി കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റാവും. ഇത് ലൈനിങ് ഇല്ലാത്തതാണ്. ലൈനിങ് ഇല്ലാത്തൊരു ബ്ലൗസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിച്ചു തരുന്നതാണ്. ഇന്ന് നമുക്ക് പടി വെക്കണം, അതായത് ഹൂക്ക് വെക്കാനുള്ള പടി, പിന്നെ അതിൻ്റെ ഹുക്കിൻ്റെ ബാർ വെക്കാനുള്ള പടിയും രണ്ടും വെക്കുക. അതിന് ശേഷമാണ് ഇനിയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഈ മറ്റേ ബ്ലൗസിനകത്തില്ലാത്ത, അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ മുകളിലറ്റ ഭാഗം നമ്മൾ കട്ടിങ് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ മുകളിലറ്റ ഭാഗം 4 ഇഞ്ച് വീതിക്ക് ജോയിൻ്റ് ചെയ്യണം. 2 ഭാഗം കൂടെ, അതായത് 2 സൈഡും റൈറ്റും ലെഫ്റ്റുമുള്ള 2 ഭാഗം കൂടെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും. കഴുത്ത് ഇത്രയും വലുതായിട്ടും ബാക്ക് ഭാഗവും. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് അതിൽ ജോയിൻ്റ് ചെയ്യണം. ആ ഷോൾഡറിൻ്റെ ഭാഗത്താണ് റാ പോലെ വരുന്ന ഭാഗം, അവിടെയാണ് നമുക്ക് കഴുത്ത് ജോയിൻ്റ് ചെയ്യണം. അതിൻ്റെ സെൻറ്റർ നോക്കണം, ഒന്ന് സമം വെച്ച് നോക്കണം. സമം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കറക്റ്റായിരിക്കും, അത് കറക്റ്റായിട്ട് തന്നെ വരും. ഉണ്ടോ, കറക്റ്റാണ്, ഒരു പോയിൻ്റ് പോലും വ്യത്യാസമില്ല. എന്നിട്ട് നമ്മൾ ആ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം തന്നെ വേണം നമ്മൾ ഇപ്പോൾ കഴുത്തിൻ്റെ മുകൾ വശം ജോയിൻ്റ് ചെയ്തില്ലേ, ആ ജോയിൻറ്റിൻ്റെ സെൻറ്ററിൽ വരാം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ വേണം തുടങ്ങാൻ. ഇതിലെല്ലാം ഞാൻ ഒരു തയ്യലേ തയ്ക്കുന്നുള്ളൂ. നിങ്ങൾ തയ്ക്കുമ്പോൾ 2 തയ്യൽ തയ്ക്കണം. ഇവിടുന്ന് തയ്ച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ റിട്ടേൺ അങ്ങ് പോകണം. ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും തയ്ക്കുന്നതാണ്. കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ ഒരു പീസ് തയ്ക്കുന്നതാണ്, അല്ലാതെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അതേപോലെ തന്നെ തിരിച്ച് മറ്റേ ഭാഗം 2 ഭാഗം. ഇപ്പോൾ ഷോൾഡർ കംപ്ലീറ്റ് ആയി. ഷോൾഡർ കംപ്ലീറ്റ് ജോയിൻ്റ് ചെയ്യും. ഉണ്ടോ, ഇപ്പോൾ ഇതേപോലെ വരും. ഇപ്പോൾ ആ കോളർ പോലെ അതിനകത്ത് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ വളവ് വന്നേക്കുന്ന ആ കർവ് വന്നിട്ടുള്ള ഭാഗത്ത് കട്ട് ചെയ്യണം. 2 കട്ടിങ്, 2 തുടരെ കട്ട് ചെയ്യരുത്. അത് നമുക്ക് ആ കട്ട് ചെയ്ത ആ കോളറിൻ്റെ ആ പീസ് മുകളിലേക്ക്, കോളറിലേക്ക് തന്നെ ഇരിക്കണം. മറ്റേത് താഴോട്ടിരുന്നാലും മതി. അത് താഴോട്ട് ബാക്ക് പീസിലോട്ട് ഇരിക്കണം. ആ നെക്കിൻ്റെ ഭാഗം വരുന്നത് നെക്കിലോട്ട് നമ്മൾ തയ്ച്ച് കവർ ചെയ്യുമ്പോൾ അതിനുള്ളിൽ പോകണം. അതിന് വേണ്ടി ഇനി നമുക്ക് കഴുത്ത് അടിക്കുകയാണ്. കഴുത്ത് ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. കറക്റ്റ് ആ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ വേണം നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് വെക്കാൻ. അതേപോലെ കട്ട് ചെയ്ത് സെൻറ്റർ ജോയിൻ്റ് ചെയ്ത് വെക്കണം. ലെഫ്റ്റും റൈറ്റും 2 പീസിലേതും 2ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്ത് സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്യണം. സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മളിപ്പം ബാക്ക് പീസ് ഷോൾഡറിൽ ജോയിൻ്റ് ചെയ്തതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗവും ജോയിൻ്റ് ചെയ്യണം. കഴുത്ത് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങ് ഇരുന്നോളും.
കഴുത്ത് കറക്റ്റ് കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പടിയുടെ ഭാഗത്തുനിന്ന് ഒരു 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വീതം അധികം ഇടാൻ മറന്നു പോകരുത്. കാരണം അങ്ങനെ 1/2 ഇഞ്ച് മടക്കി അകത്തോട്ട് അധികം ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് മടക്കി വെച്ച് ഹെമ്മിങ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെക്കരുത്. ഒരു ശകലം ഒരു 1/2 ഇഞ്ച് മതി. 1/2 ഇഞ്ചോളം കട്ട് ചെയ്ത് 1/2 ഇഞ്ചോ ഇച്ചിരി കൂടുതലെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പിന്നെ നമുക്ക് കട്ട് ചെയ്തോളാം. എന്നിട്ട് ഇനിയാണ് നമ്മൾ ആ കർവിൻ്റെ എല്ലാ ഭാഗത്തും കഴുത്ത് ഭാഗത്ത് എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്യണം. ഒരുപാട് കട്ട് മാർക്കുകൾ, പരമാവധി കട്ട് മാർക്കുകൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഗ്യാപ്പിൽ അങ്ങ് ഇട്ടേക്കണം. ഇപ്പോഴും വീണ്ടും പറയുകയാണ്, നമ്മൾ ആ കട്ട് മാർക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ തയ്ച്ചിട്ടുള്ള തയ്യൽ കൊള്ളരുത്. തയ്യൽ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്ച്ചതെല്ലാം വേസ്റ്റാവും. എന്നിട്ട് നല്ലതുപോലെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പോരതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുമ്പോൾ ആ തുമ്പ് വരേണ്ടത് നമ്മൾ കഴുത്തിന് വെട്ടി വെച്ചടിച്ച പീസയിലോട്ട് വേണം വരാൻ, ബോഡി പീസയിലോട്ട് വരരുത്. വെച്ചടിച്ച തുണ്ട് പീസയിലോട്ട് വേണം അകത്തെ തയ്യൽ തുമ്പ് വരാൻ. ബോഡി പീസയിലോട്ട് വരികയും ചെയ്യരുത്. ബോഡി പീസയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മടക്കി വെക്കാൻ ബുദ്ധിമുട്ടാവും, ഫിനിഷിങ് ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ കഴുത്ത് നമുക്ക് സാധാരണ ബ്ലൗസിന് കഴുത്ത് വെക്കുന്ന പോലെ ഇത് കുറച്ച് വീതി കൂടുതലുണ്ടാവും, അത് വീതി കുറവാകും. അതേപോലെ അത് ഞാൻ പറയാൻ മറന്നുപോയി, അതിൻ്റെ വീതി ചെറിയ വീതി ആവരുത്. 1.5 ഇഞ്ച്, അതായത് നമ്മുടെ കഴുത്തിന് മുകളിലത്തെ ആ കഴുത്തിന് മുകളിലോട്ട് നമ്മൾ അടിച്ചില്ലേ ഷോൾഡർ ഭാഗം വെച്ച് ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഭാഗത്തെ ആ വീതി തന്നെ വേണം എടുക്കാൻ. അതുകൊണ്ട് 1.5 ഇഞ്ചോളം വീതി എടുക്കണം. 1.5 ഇഞ്ചും മടക്കി അടിക്കാനുള്ള ഒരു 1/4 ഇഞ്ച് 1.25 ഇഞ്ച് വീതിയിൽ വേണം ഈ തുണ്ട് പീസ് വെട്ടിയെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അത് മടക്കി അടിക്കേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഞാനത് മടക്കി അടിക്കാം. അത് ആദ്യമേ തന്നെ നിങ്ങൾ മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 1/4 ഇഞ്ച് വീതിക്ക് ആ ഒരു സൈഡ് മടക്കി അടിക്കണം. അത് ഞാൻ ആദ്യമേ അത് മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ തയ്ച്ചതിന് ശേഷം മടക്കി അടിക്കുക. തയ്ച്ചതിന് ശേഷം മടക്കി അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ആദ്യമേ തന്നെ അങ്ങ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗകര്യമാവും. അതിൻ്റെ 2 പീസൂടെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അങ്ങ് മടക്കി അടിച്ചേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും എത്തട്ടെ, പരമാവധി എല്ലാവരും പഠിക്കട്ടെ. ഉണ്ട് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം, അതായത് ഷോൾഡറിന് അങ്ങോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് ആ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ മെഷീനിൽ തയ്ക്കണ്ട. അത് ഞാൻ ഇച്ചിരി അധികം ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഉണ്ട് അകത്തോട്ട് അങ്ങനെയാണ് മടക്കി വെക്കേണ്ടത്. മടക്കി വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഹെമ്മ് ചെയ്യണം. ആ കോളറിൻ്റെ ഭാഗം കണ്ടോ, കഴുത്തിൻ്റെ മുകൾ ഭാഗം, ആ കോളർ ഭാഗം നമ്മൾ ആ ഷോൾഡറിൻ്റെ തുമ്പ് ഉള്ളിലേക്കാണ് ഇരിക്കേണ്ടത്, പുറത്തേക്ക് വരരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മെഷീനിൽ തിരിച്ച് വെച്ചിട്ട് ആ പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പീസൂടെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ വിടവ്, ആ ഗ്യാപ്പിലൂടെ ചെറുതായിട്ട് പതിയെ തയ്ച്ചാൽ മതി. പതിയെ തയ്ച്ച് കഴിഞ്ഞാൽ പുറത്ത് തയ്യൽ കാണാതെ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. അകത്തെ പീസും അങ്ങനെ തന്നെ അതിൽ പിടിച്ചിരിക്കും. അതല്ല ഇതിന് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫുള്ളായിട്ട് അങ്ങ് ഹെമ്മ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം ഹെമ്മിങ് ചെയ്യണം. ഞാനത് ഹെമ്മിങ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, മൊത്തം ഞാനത് ഹെമ്മ് ചെയ്യുന്നുണ്ട്. ഹെമ്മ് ചെയ്തതിന് ശേഷം സാധാരണ ബ്ലൗസ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിൽ ടക്ക് ഇടുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് വണ്ണം അനുസരിച്ച് ജോയിൻറ്റ് ചെയ്യുക. ഇതിത്രയും ഞാൻ കാണിക്കുന്നില്ല, അത്രയും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ച്ചത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹൈനെക്ക് ബ്ലൗസിൻ്റെ മോൾ ഭാഗം മൊത്തം തയ്ച്ച് റെഡി ആയിട്ടുണ്ട്. ക്യാമറയിൽ ഒരു ശകലം പെട്ടില്ല, മൊത്തം ഇനിയിപ്പോൾ കാണിക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.